മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു പൊതിച്ചോറ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് കേട്ടോ. അതിനായിട്ട് ഞാൻ രാവിലെ ആദ്യം അരി കഴുകി അങ്ങ് അടുപ്പത്തിട്ടു. ഞാൻ കുക്കറിലാണ് അരി സാധാരണ വെക്കാറ്. അതിലൊരു 3-4 വിസിൽ വരുന്നവരെ വേവിക്കും. എന്നിട്ട് അത് മാറ്റി വെക്കും. ഇനി നമുക്ക് കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ന് ലുലുന്ന് വാങ്ങിച്ചില്ലേ ഉള്ളിപ്പൂവ്, ആ ഉള്ളിപ്പൂവ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഉള്ളിപ്പൂവ് നമ്മൾ തോരൻ വെക്കുമ്പോൾ നമുക്ക് ഉള്ളി തോരനൊക്കെ കൂട്ടില്ലേ, അത് ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. അതിനുശേഷം ഞാൻ ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് കടുക് താളിച്ചെടുത്തു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച് ഉള്ളിപ്പൂവും ചേർത്തു. അതിനോടൊപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് ചിക്കിയെടുക്കും. അത്രയേ ഉള്ളൂ, ഉള്ളിപ്പൂവ് തോരൻ റെഡിയായി. ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കൂടി വെക്കാം. ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇതിനോടൊപ്പം ഞാനൊരു വെളുത്തുള്ളിയും കൂടി ചതച്ചിടും കേട്ടോ. അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇതെല്ലാം കൂടി ഞാനൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് ഒരു 10-15 മിനിറ്റ് വഴറ്റിയെടുക്കും. വഴറ്റിയെടുക്കുമ്പോഴത്തേന് നന്നായിട്ട് വേവും കേട്ടോ. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുക്കും. അതിനുശേഷം ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു, തേങ്ങാ ചമ്മന്തി. അങ്ങനെ ചമ്മന്തി അരച്ചെടുത്തപ്പോൾ അതിനുശേഷം ഞാനൊരു മുട്ടയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. 2 മുട്ട അതും കൂടെ പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിനകത്ത് മുട്ട പൊരിച്ചത്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, തേങ്ങാ ചമ്മന്തി, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു, അതും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.